ഒരു മലയാളി ഫോട്ടോഗ്രാഫറുടെ ചിത്രം കാനൺ തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. ഒരു തവണയല്ല 2 തവണ. അങ്ങനെ ആ മലയാളി ഫോട്ടോഗ്രാഫറാണ് എൻ്റെ കൂടെ ഉള്ളത്. നച്ചു സീന എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കുള്ള പേര് നൗഷാദ്. എന്ത് നച്ചു സീന? അത് പെറ്റൈമാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചതാണ്. ഫാൻസ് ആണോ അതോ ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ്. ഏതാണ് ആദ്യത്തെ ഫോട്ടോ കാനൺ പങ്കുവെച്ചത്? കാനൺ പങ്കുവെച്ച ആദ്യത്തെ ഫോട്ടോ നമ്മുടെ ഒരു പേരന്റ് ഇലയിലിരിക്കുന്ന ഒരു ഫ്രോഗിന്റെ പടമാണ്. ഇപ്പൊ തൊട്ടടുത്ത ദിവസമാണ് രണ്ടാമത്തെ ഫോട്ടോ വന്നത്. അത് നീലഗിരി താർ എന്ന് പറയും. അത് നമ്മള് ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് എടുത്തതാണ്. അത് രണ്ടാമത്തെ ഫോട്ടോ കുറച്ചും കൂടി ഭയങ്കര ഇമോഷണലി ആളുകളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്നേഹ ഫൈറ്റിംഗ് ആണ്. അത് അല്ലാണ്ട് ടെറിട്ടറി ഫൈറ്റ് അങ്ങനത്തെ അല്ല, ഒരു സ്നേഹ ഫൈറ്റിംഗ് ആയിരുന്നു രണ്ടുപേരും തമ്മിലുള്ള. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം കാനൺ അല്ലെങ്കിൽ നിക്കോൺ പോലെയുള്ള കമ്പനികൾ തങ്ങളെടുത്ത ഫോട്ടോകൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് സത്യത്തിൽ. അപ്പോൾ ആദ്യത്തെ തവണ കാനൺ കോൺടാക്ട് ചെയ്ത സമയത്ത്, ഇപ്പം രണ്ടാമത്തെ തവണ വീണ്ടും കോൺടാക്ട് ചെയ്ത സമയത്ത് എന്തായിരുന്നു ഒരു ഫീൽ? ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ച ഒരു പടമായിരുന്നു ഇത്. 2 പടങ്ങളും നമ്മൾ വേറെ കുറേ കോമ്പറ്റീഷൻ അയച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൽ നിന്നൊന്നും അംഗീകരിക്കാത്തൊരു പടമായിരുന്നു. അവരത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമുക്ക്. സന്തോഷം തോന്നി. അതെ അതെ. ഈ ഫോട്ടോ കാനണിന്റെ താഴെ ഇങ്ങനെ നച്ചു സീന എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ ഇത് കണ്ട ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഒത്തിരി സന്തോഷമായി. കാരണം ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ വിളിക്കലുണ്ടായി, പ്രശംസിച്ചു. ഒത്തിരി സന്തോഷം വന്നു നമുക്ക്. നമ്മൾക്ക് ഒരു ഫോട്ടോഗ്രാഫേഴ്സിന് ആഗ്രഹം ഉണ്ടാവും, ഇതിൽ കനോണിൽ വരണം, അതിൻ്റെ ഇതിൽ വരണം എന്നെല്ലാം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പം ഇത് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. നച്ചുക്ക ഈ പറയുന്ന കാനൺ ലവറാണ്. ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ തന്നെ വലിയ ചർച്ചകളും എന്താ പറയുക യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന കാനൺ ആണോ നിക്കോൺ ആണോ അതുപോലെ തന്നെ സോണി ആണോ എന്നൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് കാനൺ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം? അതായത് പറയുകയാണെങ്കിൽ എല്ലാ ക്യാമറയും നല്ലതാണ്. നമ്മൾ ഏതിനാണോ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുക, കോൺഫിഡൻസ് ഏതിനാണോ നമ്മൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇന്ന ക്യാമറ എന്നൊന്നുമില്ല. എല്ലാ ക്യാമറയും പുലികൾ തന്നെയാണ്. ഞാൻ ആദ്യമേ യൂസ് ചെയ്ത് തുടങ്ങിയത് കനോണാണ്. അതിൽ കംഫർട്ടബിൾ ആയി, അതുകൊണ്ട് കനോൺ യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. ഫോട്ടോഗ്രാഫി തന്നെ ഒരുപാട് മേഖലകളുണ്ട്. ഹെർപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഉണ്ട്, അല്ലാത്തുള്ള കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി ഉണ്ട്. അപ്പം ഏതിനോടാണ് കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം വൈൽഡ് ലൈഫ് തന്നെയാണ്. വൈൽഡ് ലൈഫിൽ ഞാനിപ്പോൾ ഒരു 18 ഇയർ ആയി. ഓക്കെ, ടോട്ടൽ. പിന്നെ ഞാനിപ്പോൾ ഒരു 1 ഇയർ ആയിട്ടുള്ളൂ ഹെർപ്പിങ്ങിൽ ഇറങ്ങിയിട്ട്. അതും ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഏരിയയാണ് ഹെർപ്പിങ്. പാമ്പുകളോടും താല്പര്യമാണ്. അതെ അതെ. പക്ഷെ കൂടുതൽ ഇഷ്ടം വൈൽഡ് ലൈഫ് തന്നെയാണ് ഇപ്പോഴും. അതാണ്. അപ്പം ഹെർപ്പിങ്ങിൽ ഇപ്പോൾ ഞാനും ഡോക്ടർ നൗഷാദ്, പിന്നെ നിമിഷ്, പീറ്റർ, ഞങ്ങൾ 3 പേരാണ് ഹെർപ്പിങ്ങിൽ ഇങ്ങനെ പോകാറ്. വൈൽഡ് ലൈഫ്, നാട്ടിലത്തെ വൈൽഡ് ലൈഫിൽ വൈഫ് തന്നെയാണ് സപ്പോർട്ട് സീന. പിന്നെ കമൽ സിംഗ് എന്ന് പറയും, ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ശോഭി. കുറേ വർഷത്തെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ജീവിതം പെട്ടെന്ന് ഇപ്പോൾ ദുബൈയിൽ വന്നിട്ട് ഹെർപ്പിങ്ങിലേക്ക് പോകുന്നു, പാമ്പുകൾ ഇഷ്ടപ്പെടുന്നു. ഈ മരുഭൂമിയിലൊക്കെ പോയി പാമ്പുകളുടെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഇവിടെയുള്ള പാമ്പുകൾ വളരെ വെനമസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്കുള്ളൊരു ട്രാൻസ്മിഷൻ നടക്കുന്നത്? അതിലേക്കുള്ളത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ നിമിഷിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഹെർപ്പിങ്ങിന് വായു നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അധികം പേടി തന്നെ ആയിരുന്നു, ഇൻട്രസ്റ്റ് കുറവായിരുന്നു. പിന്നെ ഡോക്ടർ നൗഷാദ് വന്ന് ഇങ്ങനെ വിളിച്ചു, നമുക്കൊരു ദിവസം പോയി നോക്കാമെന്ന് പറഞ്ഞു. അതിലേക്ക് പോയപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, ഒരു അഡ്രിനാലിറ്റി അതൊക്കെ വന്നത്. അപ്പം നമുക്ക് പിന്നീട് അതിലൊരു അഡിക്റ്റ് പോലെ ആവും. മരുഭൂമിയിൽ പോയപ്പോൾ ഉറുമ്പ് കടിച്ച് എത്രയോ ദിവസം ആശുപത്രിയിലായിരുന്നു എന്നുള്ള കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്? ഉറുമ്പ് കടി ഇവിടുത്തെ നമ്മുടെ മരുഭൂമിയിലെ ഉറുമ്പുകൾക്ക് പോലും വിഷമുണ്ടെന്നാണ്. കാരണം അന്ന് ഒരു ഉറുമ്പാണ് കടിച്ച സമയത്ത് എനിക്ക് പിന്നീട് ഭയങ്കരമായിട്ട് ബോധമെല്ലാം നഷ്ടപ്പെട്ടു. ഒരു 8 മണിക്കൂറോളം റാഷിദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷമൊക്കെ നമുക്ക് ഇതുണ്ടായി. അപ്പോൾ അതിന് പോലും ഡേഞ്ചറാണ് അത്രയ്ക്കും. അപ്പം പാമ്പിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ നമ്മൾ. ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ലൈഫിലേക്ക് പോയപ്പോൾ ഏതെങ്കിലും ഇത്തരത്തിൽ ഇപ്പോൾ ഈ പാമ്പ് കടിച്ച പോലെ ഏതെങ്കിലും റിസ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുറത്ത് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആന ഓടിച്ചിട്ടുണ്ട്, പിന്നെ കരടി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഓടിക്കാത്തത് കുറവാണ്. അത് വൈൽഡ് ലൈഫിൽ ഉള്ള ഒരു ഇതാണല്ലോ. കൂടുതലും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന തന്നെയാണ്. കൂടുതലും വൈൽഡ് ലൈഫ് ജീവിതത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ആനയാണ്.
ഈ ഫോട്ടോഗ്രാഫി ലൈഫ് അതിൻ്റെയൊക്കെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സകലകല വല്ലഭനാണ് താങ്കൾ എന്ന് ഞാൻ ഈ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പാട്ട് പാടും, അതുപോലെ തന്നെ ചിത്രം വരക്കും. തീർച്ചയായിട്ടും. അപ്പോൾ എന്താ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പറയാനല്ലേ? ചിത്രം വരയ്ക്കാറുണ്ട്, ജസ്റ്റ് പെൻസിൽ അങ്ങനത്തെ ഉള്ളൂ. പെയിന്റിങ്ങിന്റെ അങ്ങനത്തെ അല്ല, ചിത്രം വരയ്ക്കും. പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതലും. പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ ചെയ്യാറ്. പാട്ട് പാടാറുണ്ടെന്നൊക്കെ പറഞ്ഞു, അപ്പോൾ രണ്ടുപേരി തീർച്ചയായിട്ടും ടച്ചൊക്കെ വിട്ടുപോയി, എന്നാലും ശ്രമിക്കാം. പല നാളലഞ്ഞ മരുഭൂമിയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്ന. അപ്പൊ ഈ പേരിന്റെ കൂടെയുള്ള നച്ചു സീന ഭാര്യയാണെന്ന് പറഞ്ഞു. സീന ഭാര്യനെ കുറിച്ചുള്ള 2 വാക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും പുള്ളിക്കാരത്തിയാണ് എനിക്കെല്ലാം സപ്പോർട്ട് ഉള്ളതൊക്കെ പുള്ളിക്കാരത്തിയാണ്. വൈൽഡ് ലൈഫിൽ പോകാനും കുറെ അസുഖങ്ങൾ ബാധിച്ചപ്പോൾ എല്ലാം അതിന്റെ കൂടെ നമ്മളെ ചേർത്ത് പിടിച്ചതൊക്കെ പുള്ളിക്കാരത്തിയാണ്. എല്ലാത്തിനും സപ്പോർട്ടിങ് പുള്ളിയാണ്. ഇനിയും എടുക്കുന്ന ഒരുപാട് ഫോട്ടോസ് കാനണൊക്കെ ഷെയർ ചെയ്യട്ടെ. തീർച്ചയായിട്ടും. ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അടിപൊളിയാവട്ടെ. അതെ, തീർച്ചയായിട്ടും.